കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക സമരവുമായി IMAയും രംഗത്ത് വന്നിരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ സമരം ആരംഭിക്കും. OP ബഹിഷ്കരിച്ചായിരിക്കും സമരം നടത്തുക. അത്യാഹിത അടിയന്തര വിഭാഗങ്ങൾ പ്രവർത്തിക്കും. അതേസമയം സംഭവത്തിൽ ഡോക്ടർമാരെയും CBI അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. CBI എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ? പ്രതിഷേധം കനക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് പല രീതിയിൽ വ്യാപിപ്പിക്കാനാണ് സംഘടനകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇപ്പോൾ ഇതാ IMAയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നു. എന്താണ് ഈ ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്? പ്രിയ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു. പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകം നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ CBI അന്വേഷണം തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച മുതൽ തന്നെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം എല്ലാ ആശുപത്രികളിലും റെസിഡന്റ് ഡോക്ടേഴ്സ് നടത്തി വരികയാണ്. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വളരെ വലിയ പ്രതിഷേധമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ അർദ്ധരാത്രി ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ അർദ്ധരാത്രിയിൽ റെസിഡന്റ് ഡോക്ടേഴ്സ് എല്ലാം തന്നെയും പ്രത്യേകിച്ച് സ്ത്രീകളടക്കമെല്ലാം തന്നെയും അണിനിരുന്നുകൊണ്ട് രാത്രിയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിലേക്ക് വലിയ രീതിയിൽ ആളുകൾ, അത് ഒരു കൂട്ടം സംഘം അതിക്രമിച്ച് കയറുകയും അവിടെ സമരക്കാർക്ക് നേരെ ആക്രമിക്കുകയും അവിടെ ആശുപത്രി എല്ലാം തന്നെയും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ IMA അടക്കം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എല്ലാം തന്നെയും വലിയ പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്നലെ ദില്ലിയിൽ യോഗം ചേരുകയും പിന്നീട് ഈ പണിമുടക്ക് സമരം എല്ലാം തന്നെയും പ്രതിഷേധം അടക്കം എല്ലാം തന്നെയും ആഹ്വാനം ചെയ്യുകയായിരുന്നു. നാളെ രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെ, അതായത് ഒരു 24 മണിക്കൂർ നീണ്ട ഒരു പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായി ഇന്ന് വെള്ളിയാഴ്ച കരിദിനം ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ദില്ലിയിൽ അടക്കമെല്ലാം തന്നെയും ഡോക്ടർമാരുടെ പ്രതിഷേധമുണ്ടാകും. അതുകൂടാതെ ബംഗാളിലടക്കം ഡോക്ടർമാരുടെ പ്രതിഷേധമുണ്ട്. ബംഗാളിൽ ആ പ്രതിഷേധത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ആളുകളുടെ എല്ലാം തന്നെയും ഒരു സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലെ സിനിമാ മേഖലയിലെയും ടെലിവിഷൻ മേഖലയിലെയും എല്ലാം തന്നെയും സ്ത്രീകളടക്കമെല്ലാം തന്നെയും ആ സമരത്തിൻ്റെ ഭാഗമായി വരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒരു സമരത്തിലേക്ക് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ നീണ്ട സമരമായിരിക്കും. ഈ പണിമുടക്കിൽ OP വിഭാഗം അടക്കമെല്ലാം തന്നെയും പ്രവർത്തിക്കില്ല എന്ന് അവർ എന്നെല്ലാം തന്നെയും വിട്ടുനിൽക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ തയ്യാറാക്കിയ അല്ലെങ്കിൽ നേരത്തെ തന്നെ തീരുമാനിച്ച ശസ്ത്രക്രിയയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അടിയന്തര വിഭാഗവും അത്യാഹിത വിഭാഗം തന്നെയും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്തെല്ലാം തന്നെയും കൃത്യമായി ഈ വനിതാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കെല്ലാം തന്നെയും സുരക്ഷ ഒരുക്കുക, ഈ കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു രാജ്യവ്യാപക സമരത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ CBI അന്വേഷണം ഇപ്പോൾ 3-ാം ദിവസം തുടരുകയാണ്. ഇന്നലെ CBI സംഘം ആർജിക്കർ മെഡിക്കൽ കോളേജിൽ എത്തുകയും അവിടെ ചില ഡോക്ടർമാർ, അതായത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ട്രെയിനി ഡോക്ടർമാരെ ചോദ്യം ചെയ്തിരുന്നു. അതുകൂടാതെ മറ്റ് 5 ഡോക്ടർമാർക്കും ചില മെഡിക്കൽ സ്റ്റാഫുകൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരടക്കെല്ലാം തന്നെയും CBI സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. കൂടാതെ ഇരയുടെ മാതാപിതാക്കളുടെ മൊഴികളെല്ലാം തന്നെയും CBI ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ CBI അന്വേഷണവും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ സംഭവം വളരെ വലിയ രാജ്യത്താകമാനം ഞെട്ടിച്ച ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ആശുപത്രിക്ക് ഉള്ളിൽ സെമിനാർ ഹാളിൽ, അതായത് ഡ്യൂട്ടിക്കിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന വനിതാ ഡോക്ടറെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ ഒന്നിലധികം പേർ ഉണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഈ ഇരയുടെ മാതാപിതാക്കൾ കൊൽക്കത്ത ഹൈക്കോടതിയിൽ അടക്കമെല്ലാം തന്നെയും ചൂണ്ടിക്കാണിച്ചത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഒരു കൂട്ടമാനഭംഗത്തിന് ഇരയായി എന്നുള്ള വ്യക്തമാകുന്ന മുറിവുകളും അടക്കമെല്ലാം തന്നെയുമാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെയും വളരെ സംശയാസ്പദമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ ബലാത്സംഗ കേസിൽ
കേസിൽ ഇപ്പോൾ ഒരാളെ മാത്രമാണ് ഇതുവരെയും പിടികൂടിയിട്ടുള്ളൂ. കഴിഞ്ഞ 8 ദിവസമായി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ഈ ആശുപത്രിയിൽ ഒരു സംഘം അതിക്രമിച്ച് കയറിയ സംഭവത്തിൽ ഇപ്പോൾ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 15 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. 2 പോലീസ് വാഹനം അടക്കമുള്ള നിലയും തകർത്തിരുന്നു. ഈ സെമിനാർ ഹാളിലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള നിലയും ആരോപണവും മുന്നിട്ട് വരുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി BJP അടക്കം മാറ്റിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെതിരെ എല്ലാ നിലയും രാഷ്ട്രീയ ആയുധമാക്കി BJP മുന്നോട്ട് പോകുന്നു. അവിടെ കേന്ദ്ര സേനയെ ഈ ആശുപത്രിയിൽ നിയോഗിക്കണമെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നല്ല നിലയും BJP ആരോപിക്കുന്നു. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായും രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കും ഇപ്പോൾ ബംഗാളല്ല എന്ന നിലയും ഈ ഒരു സംഭവത്തിൽ കലുഷിതമായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം CBI അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ഇനി IMA അടക്കമുള്ള സംഘടനകൾ നാളെ പ്രത്യക്ഷമായ സമരത്തിലേക്ക് വരും. ഇന്ന് ഇതിൻ്റെ ഭാഗമായി കരിദിനം ആചരിക്കുകയാണ്. കൂടാതെ ഇന്നും വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും റെസിഡൻറ്റ് ഡോക്ടേഴ്സിൻ്റെയും സമരവും പ്രതിഷേധങ്ങളും ഇന്നും തുടരുകയും ചെയ്യും. ദില്ലിയിലും ഇന്ന് ഉച്ചയ്ക്ക് ഡോക്ടർമാരുടെ സമരം ഉണ്ടാവുകയും ചെയ്യും. പ്രിയ.